എന്റെ അമ്മേനെ വലിച്ചിടണ്ട, ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോ ഓള് എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നി. മല്ലു ഫാമിലി ഊടായിപ്പാണോ അല്ലയോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ദയവ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാവോ? ഇതിൽ ആരാണ് നല്ലത്? ഒന്ന് ഞാനിനി വീഡിയോ ചെയ്യുന്നില്ലെന്നും പറഞ്ഞിട്ട് പോയ അവൻ അടിപ്പ് കിടക്കുന്ന നിങ്ങൾ ആർക്കൊപ്പം? പൊന്നൂസിനോടൊപ്പോ ഈ പറയുന്ന സുജിനോടൊപ്പോ? മല്ലു ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. മല്ലു ഫാമിലി സാധാരണ മല്ലു ഫാമിലിയുടെ ഒരു വിഷയം വരുവാണെങ്കിൽ ഒരു മാസം വരെ യൂട്യൂബേഴ്സിന് ചാകരയാണ്. ഈ ഒരു 10-12 ദിവസം മുമ്പ് സുജൻ ഒരു വീഡിയോ ഇട്ടപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് സംസാരിച്ച് പോയത് മാത്രമേ ഉള്ളൂ. വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണോ ഇനി സുജൻ വന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടതെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല. ഓക്കെ, സംഭവം വേറെ ഒന്നും അല്ല. അറിയാലോ, ഈ പൊന്നൂസ് ആണെങ്കിൽ അങ്ങ് സെന്റിമെന്റ്സാ, ഒടുക്കത്ത സെന്റിമെന്റ്സ്. അങ്ങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും BG ഇട്ടുള്ള സ്റ്റാറ്റസ് വിട്ട് പുള്ളി 10 ആൾക്കാരെ അറിയിച്ചത്. സുജൻ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, പണ്ടും നിങ്ങളൊന്ന് അറിയിച്ചതാണല്ലോ, ഭാര്യയുടെ അവീതം അങ്ങനെയാണ് മറ്റാണ് മാതയാണ്, അന്ന് തമാശ കാണിച്ച്. ഇപ്പൊ ഇനി സീരിയസ് ആയൊന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ, നിങ്ങൾ വിചാരിക്കണ്ട ആനി ഇങ്ങനൊക്കെ വന്ന് പറയുന്നത്. അതിന്റെ വേറൊന്നുമല്ല, നമ്മുടെ അമലേട്ടൻ പത്രോസ് അറിയാലോ, പുണ്യാളൻ ഒരുത്തനുണ്ടല്ലോ അമല്, മനസ്സിലായി കാണുമോ ആരാന്ന്? കുഞ്ഞാറ്റ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ നാറിയെ പിടിച്ച് വീട്ടിൽ കയറ്റിയായിരുന്നു. ആ നാറിയാണെങ്കിൽ പല ആൾക്കാരോടും ചെന്നിട്ട് ഞാൻ അത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റേ വേറൊരു യൂട്യൂബർ ഉണ്ട്, ഞാൻ അവൻ്റെ പേര് പറയുന്നില്ല, അവനിപ്പോൾ കുറ്റിയും പറക്കി വന്നിട്ടുണ്ട്. അവൻ്റെ വൈഫിൻ്റെ അടുത്ത് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരു പെണ്ണിൻ്റെ അടുത്ത് എന്നിട്ട് ഇതുപോലെ തോന്നിയ ദിവസങ്ങളൊക്കെ പറഞ്ഞു. അതിന് ശേഷമായിട്ടാണ് അടിച്ച് പിരിഞ്ഞതായിട്ട്, അഥവാ പിരിയുവാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എന്താണെന്നൊന്നും അറിയത്തില്ല, എൻ്റെ തോന്നലാവാം, ചിലപ്പോൾ തെറ്റാവാം. കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി ആയിരുന്നു. അതിനിടയ്ക്കാണ് സുജൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു, കുഞ്ഞൂസിനെ എനിക്കറിയാം, എനിക്ക് അവളെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നത്. പിന്നീടൊന്നും അവർ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഓക്കെ, എന്തായാലും ഇന്നലെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ് പുള്ളിയെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കാൻ. എൻ്റെ പൊന്നോ തന്തയ്ക്കും തള്ളയ്ക്കും നടന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ ഇന്നലത്തെ ആ ഒരു കമൻ്റ് അങ്ങ് ശരിക്കും കൊണ്ട്. അതുകൊണ്ടാണ് അണ്ണൻ വീണ്ടും വന്നതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, എവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാനൊരു കമൻറ്റ് ഇത് വായിച്ചു തരാം. ആ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ഇതാണെന്ന് തോന്നുന്നു, ആ വീഡിയോയുടെ താഴെയാണെന്ന് തോന്നുന്നു കമൻറ്റ് വന്ന് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എടുത്തെടുത്ത് നിതാ സതീഷ് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇനി വല്ല പ്രൊമോഷൻ വല്ലതും അതിനകത്ത് കിടപ്പുണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുകയൊക്കെ ചെയ്ത്. അതിൻ്റെയൊക്കെ കിടപ്പുണ്ട്. ഇനി അതിന് വല്ലതും വ്യൂ കൂട്ടാനാണോന്നും പറയാൻ പറ്റത്തില്ല. ഇവറ്റകളെ നമ്പാൻ പറ്റത്തില്ല, അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഇതിൻ്റെ താഴെ വന്നൊരു കമൻ്റാണ്, സുജിൻ കുഞ്ഞൂസ് വളർന്ന പോലെ തന്നെ കിടു ഇവയും മോളും അച്ഛനില്ലാതെ വളരണ്ടേ? ആ അമ്മയ്ക്കൊന്നും മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വല്ലാത്തൊരു സ്ത്രീ. ഈ ഒരു കമൻറ്റ് കൊണ്ട് പുള്ളിക്കാരനാണ്. അതിനാണ് പുള്ളിക്കാരൻ വന്നിട്ടൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇവിടെ ആനകുത്യം പറഞ്ഞാൽ പോലും റിയാക്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന സൂചന. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആ വീഡിയോയുടെ താഴെ വന്നിട്ട് പൊന്നൂസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു റീൽ ഇട്ടതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഈ റീൽ ഞാൻ പോസ്റ്റ് ആക്കിയത്. മഴയും കറണ്ടും കട്ടും കാരണം ഓഫായിരുന്നു പാവം ഫോണ്. ഇത് സത്യമാണോന്നോ തന്നെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു യാത്രയിലായിരുന്നു, മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫായിരുന്നു എന്ന് പറഞ്ഞ് യാത്രയിൽ പോകുന്ന ആൾക്ക് എങ്ങനെ ചാർജ് ചെയ്യും? ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും അറിഞ്ഞില്ലെന്നുള്ള രീതിയിൽ ആൾക്കാരെ വെറും മണ്ടരാക്കുന്ന കുറേ രീതി പിന്നെയും തുടങ്ങിയതാണ് തോന്നുന്നത്. അമ്മയെ പറ്റി ഒരുപാട് മോശം കമൻസ് വന്നത്, ഏട്ടനും വീഡിയോ ഇട്ടതും എല്ലാം ഞാനിപ്പോഴാണ് ഫോൺ ഓണാക്കിയപ്പോഴാണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു റീലല്ല ഇത്. സംഭവം എന്ന് വെച്ചാൽ കുഞ്ഞിനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ ഉണ്ട് ആ റീലിനകത്ത്. ഇതൊരു എസ്സേ പോലുണ്ട്. പിന്നെ പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചേച്ചി അമ്മയായിട്ട് ഒരു പ്രശ്നവുമില്ല, ചേട്ടനുമായിട്ടേ ഉള്ളൂ ഒത്തുപോകാൻ പറ്റാത്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതുകയൊക്കെ ചെയ്യുന്നത്. വീട്ടുകാരുടെ ഒരു സീനില്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അമ്മ ഒരുപാട് ആൾക്കാർ മോശം കമൻറ്റൊക്കെ ഇടുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ അവന് പുള്ളിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കമൻറ്റാണ് അവൻ എടുത്ത് വെക്കുകയൊക്കെ ചെയ്തത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, സുജൻ ബ്ലോക്ക് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയല്ലേ, അവരൊരു കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഇമാതിരി സംസാരിക്കുക. സുജൻ്റെ വീട് ഞാൻ വെച്ച് തരാം. പക്ഷെ സുജൻ്റെ ആ ഒരു വർത്താനം ഡിവോഴ്സും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുവാണെങ്കിൽ എവിടെ സംതിങ് എന്തോ ഇനി വീണ്ടും പഴയ പരിപാടി തന്നെ റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നിവാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇവരെന്തോ വലിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറേ
അല്ലാത്ത ബിസിനസ്സും കാര്യങ്ങളും, പൈസ കൊടുപ്പ് പരിപാടി, കാർ കൊടുപ്പ് പരിപാടി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിലോട്ടൊന്നും നമ്മൾ ഇടപെടുന്നൊന്നുമില്ല. പണ്ടൊക്കെ ഇവൻ്റെ കുറേ പ്രൊമോഷനൊക്കെ കണ്ട് ഇവൻ്റെ ചാനലൊക്കെ അടിച്ചു പോവുകയൊക്കെ ചെയ്തൊക്കെ തന്നെ. പിന്നെ കക്കാങ്കി നിൽക്കാനും അറിയാവുന്ന ഒരുത്തനാണ് ഈ സൂചന. ഓക്കെ, എന്തായാലും നമുക്ക് ആരെ വിശ്വസിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇപ്പം തന്നെ 18 മിനിറ്റ് മുമ്പ് 1 മില്യൺ. ഇവർക്കൊക്കെ ഒരു വിഷയമില്ല. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇമോഷണലും കാര്യങ്ങളൊക്കെ കാണിക്കും. ഒരു 1 മില്യൺ ഒരു വ്യൂ വന്നു കഴിഞ്ഞാൽ അതും സന്തോഷത്തോടെയൊക്കെ ചെയ്യും. പിന്നെ ഇതാ സതീഷ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇമോഷണൽ വീഡിയോ സ്ഥിരം അങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അടിച്ചുപൊളി സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നുണ്ട്. എന്തിന്? അപ്പം തന്നെ മനസ്സിലാക്കാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ മറ്റവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുകയൊന്നും ചെയ്യുന്നില്ല. ഇവരങ്ങ് നടന്നങ്ങിട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുക. എന്തോ രണ്ടുപേരും കൂടെ ഒന്നെങ്കിൽ അടിച്ച് പിരിയുവാണെങ്കിൽ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മറ്റേ വിഷയം വരാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞാറ്റ അമലിൻ്റെയൊക്കെ വിഷയങ്ങളാണ് കൂടുതൽ ചാൻസ്. കാരണം അവൻ്റെ ഫോട്ടോ വെച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് പോലും അവൻ ഇതിന് മറുപടി പോലും കൊടുത്തില്ല. കൊടുത്താൽ അവൻ ഏറി പോകുന്ന നല്ല രീതി അറിയാവുന്നതുകൊണ്ട് അവൻ സൈലൻ്റ് ആയിട്ടിരുന്നു. അവൻ എന്തായാലും അത് ബുദ്ധിപൂർവ്വം നീങ്ങുകയും ചെയ്തു. എന്തോ എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ല. സ്വന്തം ഭാര്യ അവീതം ഉണ്ടെന്നും പറഞ്ഞിട്ട് തമ്പിലൈനും കാര്യങ്ങളും ഇട്ട് നടന്ന നിനക്ക് ഇപ്പം ഇതല്ല, ഇതിൻ്റെ അപ്പുറം വന്നാലും കേട്ടോണ്ടിരിക്കാനേ പറ്റൂ. എൻ്റെ ഒരു അഭിപ്രായം. കേട്ടോണ്ടിരുന്ന അവിടെ കേട്ടോണ്ടിരിക്കാൻ, ഇങ്ങനെ കൈകെട്ടി ഇവിടെ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആൾക്കാർ അതുപോലെ റിയാക്ട് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിന്റെ അതായത് നിത സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോ 11:17. നമ്മൾ ഇപ്പോഴും എല്ലാവരും പാടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവര് കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്കിതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് ഇട്ടിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത്. അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം. അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറിയും കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. നാട്ടുകാർ ഈ കാര്യം അറിയാൻ കാരണം അതാണ്. നാട്ടുകാർ അറിയുന്ന വലിയ കാര്യമാണോ? ഒന്ന് പോ മനുഷ്യ അവിടെ നിന്ന്. ഒന്നും അറിയാത്ത പോലെ നാട്ടുകാരെ പറ്റിച്ച് നീയൊക്കെ 10-15 ലക്ഷം രൂപ ഉണ്ടാക്കിയതൊക്കെയോ ആ ഒരു സമയത്ത്? ഭാര്യയുടെ അവീതം അങ്ങനെയാണ് കട്ടിലിന്റെ അടി വരെ ഒളിപ്പിച്ച് വെച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും വീഡിയോ എടുത്ത ടീമുകളാണ് ഈ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കുറെ നാണം കെട്ട ടീമുകൾ. ഇതുപോലല്ല വേറൊരു യൂട്യൂബർ ഉണ്ട്, എന്റെ പോലെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നൊരു നാറി. സ്വന്തം പെങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒളിച്ചോട്ടം റീക്രിയേറ്റ് ചെയ്തൊരു നാറിയുണ്ട്. അതറിയാവോ? 7 മാസം പ്രഗ്നന്റ് ആയിരുന്ന ആ പെണ്ണിനെ കൊണ്ട് അവൾ അവിടെ ചെറുക്കനും കൂടെ ഒളിച്ചോടി പോയി ചെയ്തേ ഒരു നാറി പരിപാടി. ഞാൻ ആ കഥകളൊക്കെ പറയുമ്പോൾ മക്കളെ ഒരുപാട് കഥകളുണ്ട് ഇവിടുത്തെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ടീംസിന്റെ. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. സുജിനോട് ഞാനൊരു കാര്യം പറയാം. ഇതിപ്പം അവിടെ അക്കൗണ്ടിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഇത് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ സുജിൻ ഇപ്പോൾ ഇത് വന്ന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തോ ഇത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് എനിക്കിപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം പറയല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ കമന്റ്സും കാര്യങ്ങളൊക്കെ നിരന്തരം തന്തയ്ക്കും തള്ളയ്ക്കും കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കമന്റ് മാത്രം കൊണ്ടിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇടുമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. പൊന്നൂസ് ആണെങ്കിൽ മാന്യമായിട്ട് വീഡിയോ ഇടുന്നു. വീഡിയോ അല്ല, കമന്റ് ഇടുന്നു. എന്തൊക്കെയാ കാണണം ഈശ്വര. പറ, നാടകം തുടങ്ങട്ടെ.
ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ അല്പം കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം. സത്യം, പുള്ളിക്കാരിയും കുഞ്ചുസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഞാൻ അത് ചോദിക്കണത്. ഇപ്പോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതില് ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതികളും കാര്യങ്ങളൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു വെച്ചത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി, ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എന്റെ അമ്മേനെ വലിച്ചിടണ്ട. ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, ഏകദേശം എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു മറ്റേ വിഷയം അവനാ ചാൻസ്, അമലിന്റെ കാര്യം അവനാണ് കൂടുതലും ചാൻസ്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇത്ര വലിയ വിഷയങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 4-5 മാസം മുമ്പാണ് ഈ പറയുന്ന വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അമലിന്റെ ഓരോ കള്ളങ്ങളെ നമ്മൾ പൊളിച്ചടക്കിയതും അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന സുജന്റെ വൈഫിനെ കുറിച്ച് അമൽ ഒരു പെണ്ണിനോട് പറഞ്ഞ തോന്നിയ മാസം, അതിനുശേഷം ഒരാഴ്ചയും കൂടെ ഒരു വീഡിയോസ് കണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ സോഷ്യൽ മീഡിയ ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. ഇതിപ്പോ എന്തുവാ ഒരുമാതിരി ചവർ കേസ് കെട്ടുകളെക്കാളും കഷ്ടമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ കാര്യം. ഉള്ള കാര്യം പറയല്ലേ, ഇതിനകത്ത് കമന്റ് ബോക്സ് മൊത്തം സുജനെതിരാണ്, ഫുൾ സുജനെതിരാണ്. കാരണം നിനക്ക് നാണമാനോ ഇല്ലേ? ആ പെണ്ണ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നിന്നെ പോലെ ഒരുത്തൻ ഒരു കള്ളം കാണിച്ച് നടക്കുന്ന ഒരുത്തൻ്റെ കൂടെ അവൾ എങ്ങനെ ജീവിക്കും? അങ്ങനെ കുറെ കമന്റ്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അതിനകത്ത് അമ്മയെ പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. സത്യമായി നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഈവൻ എന്നിട്ടും ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴും ആ വീട്ടുകാരെ പറയുന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. പക്ഷെ അണ്ണൻ ഇത് ഇത്ര മാത്രം കൊള്ളാനുള്ള കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇത്ര മാത്രം അല്ലെങ്കിൽ ഓക്കെ, പണ്ട് മുതലേ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോട്ടെ, ഇപ്പം ഇത്രമാത്രം കൊള്ളാൻ എന്തോ. അന്ന് ഒരു 10-12 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് അങ്ങോട്ട് വലുതായിട്ട് എറിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ എറിച്ചതിന്റെ ഇനി എറിപ്പിക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് ഒരു പിടുത്തില്ല. ഇനി അടുത്ത വല്ലതും പ്രൊമോഷന് വേണ്ടിയാണോ? അടിപൊളിയാ എന്തായാലും. അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോ ഓള് എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നുകയാണ്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളെടുത്ത് പല വട്ടവും ഞാൻ വിളിച്ചു പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അപ്പൊ അതില് വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതാ അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത് എന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന് ഇതാക്കിയും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഇന്ന് ഞാൻ മുമ്പ് ഒരു കമന്റ് ചെറുതായിട്ട് വായിച്ചു തന്നില്ല. ഇന്ന് ഭയങ്കര ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നല്ല പക്വതയോടെ ചേട്ടനെ ബഹുമാനിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയെ പോലുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ കമന്റും കാര്യങ്ങളൊക്കെ കാണേണ്ടതായത്. ഓക്കെ, എന്തോ ഇതൊരിപ്പോൾ ഒരു നാടകമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടോ അതൊക്കെ ചുമ്മാ അഭിനയമാണ്, താനെന്തിന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, അവരുടെ സ്ഥിരം പരിപാടിയാണെന്നുള്ള രീതിയിലാണ്. ഇനി ഇവരുടെ ഡിവോഴ്സ് പേപ്പർ കിട്ടി, ഇനി ഇവർ കല്യാണം വേറെ കഴിച്ചാലേ നമ്മൾ ഇനി വിശ്വസിക്കുന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു കേസ് കേട്ടില്ല. കാരണം ഇവരുടെ ആങ്കിലൊന്നും പറയാനും പറ്റത്തില്ല. റിയാക്ട് ചെയ്യണത് എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയണത് നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പോ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളെ വേണം, എനിക്ക് എന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്തറിയോ, ഓക്കെ, അപ്പൊ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6-7 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓൾ അത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല.
അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതെന്നെ ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം, കണ്ടോന്റെ തള്ള ചാവുമ്പോ കൈയോട്ട് ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയാണ്, ഞാൻ ഓളെടുത്ത് ഇതിന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്ക് കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെ പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോ അവൾക്ക് 5,000-8,000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്താണെന്ന് അറിയാത്തത്? അപ്പൊ ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ ഓളും കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെ പറ്റി മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ലാന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളത് പിരിയാന്ന് തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് ഒക്കെ ഓണായിട്ട് കിടക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഓൾ ഇതിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, ഓളെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്ത് പോയിട്ട് കമന്റ് ചെയ്തിട്ട് പറയും, ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ടാറ്റ. പിന്നെ ഞങ്ങൾക്കതല്ലേ പണി. അവൾക്ക് 5,000-8,000 ഫോളോവേഴ്സും കയറി, അതും കയറി, മറ്റേതും കയറി എന്നൊക്കെ നാണമില്ല നോക്കാൻ. നിനക്കൊരു നാണമില്ലടാ. ഞാൻ അതങ്ങോട്ട് ചോദിക്കുക. അമ്മയെക്കുറിച്ച് ഒരു കമന്റ് വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ട് നീ എന്താ ചെയ്തത്? സോറി, ഇനിയിപ്പോൾ ഡാനി വേറെ മോശമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, പഴയ തമ്പലയും കേസ് കിട്ടാനാ അവീതം എന്നും പറഞ്ഞിട്ട് നീ അടിച്ചു കയറ്റി ഇടുകയും ചെയ്ത് എന്നിട്ട് എന്തായി? 4 മാസം 5 മാസം മുമ്പ് ഒരു നാറി വന്നിട്ട് നിന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു കേട്ടതുണ്ടോ? വേറൊരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അന്ന് നീ തമാശയായിട്ട് ചെയ്തത്. അതുകൊണ്ട് ഓരോരുത്തന്മാർ നിന്നിങ്ങനെ കോഴിക്കുത്താടായിട്ട് ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ തന്നെ കാണുന്നവരടുത്തെല്ലാം തോന്നിവാസം പറഞ്ഞു നടന്നത്. അവൻ എത്ര അടുത്ത് പറഞ്ഞു കാണും. ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അളിയാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ? അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നീ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓക്കെ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇനി നിങ്ങളുടെ വൈഫിന് വന്നിട്ട് ഇനി യൂട്യൂബ് ചാനലിൽ കൂടെ ഒരു പുതിയ കഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അടുത്ത ചർച്ചാ വിഷയങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.